ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ അനുഗ്രഹീതപൂർണമായ 8 നോമ്പിൻ്റെ അവസരത്തിൽ ഓരോ സുറിയാനിക്കാരൻ്റെയും ധ്യാന ചിന്ത എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ പ്രസവിച്ച ആ പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ചായിരിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകമറിയം എന്ന് പറയുന്ന ആ മഹാരഹസ്യത്തെ ഒരു തർക്ക വിഷയമായിട്ടല്ല, മറിച്ച് ഒരു ധ്യാന വിഷയമായിട്ടായിരിക്കണം ഓരോ സുറിയാനിക്കാരനും പരിഗണിക്കേണ്ടത്. പരിശുദ്ധ ദൈവമാതാവെന്ന മഹാരഹസ്യത്തെ വചനങ്ങളിലൂടെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിലൂടെ ഗ്രഹിക്കുവാനാണ് സഭ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രബോധനവും അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വചന അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 27-28 തിരുവചനങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: താൻ ഇവ സംസാരിക്കുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ശബ്ദമുയർത്തി തന്നോട് വിളിച്ചു പറഞ്ഞു, അങ്ങയെ വഹിച്ച ഉദരവും അങ്ങയെ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ. താൻ അവളോട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനെ പാലിക്കുന്നവർക്ക് ഭാഗ്യം എന്ന് പറഞ്ഞു. As Jesus was saying these things, a woman in the crowd called out, "Blessed is the mother who gave you birth and nursed you." He replied, "Blessed rather those who hear the word of God and obey it." യോഹന്നാൻ സ്നാപകന്റെ മാതാവായ എലിശുബായിൽ നിറഞ്ഞ അതേ ആത്മാവിലാണ് ഇവിടെ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പുരുഷാരത്തിൻ്റെ മധ്യേ പരിശുദ്ധ ദൈവമാതാവിനെ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ മാതാവായ എലിശുബായിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധ ദൈവമാതാവിനെ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തു കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മറുപടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനെപ്പറ്റിയാണ് നാം ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ മറുപടി എന്തായിരുന്നു? Blessed rather are those who hear the word of God and obey it. ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനെ പാലിക്കുന്നവർക്ക് ഭാഗ്യം. ആ സ്ത്രീയുടെ വാദത്തെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള പുകഴ്ചയുടെ വാദത്തെ എതിർക്കുകയല്ല, മറിച്ച് അതിനോട് ഒരു പടി കൂടി കൂട്ടിച്ചേർക്കുകയാണ് ക്രിസ്തു ഇവിടെ ചെയ്തത്. പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ ഹിതത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചവൾ, തൻ്റെ ഹിതത്തെക്കാൾ അധികമായി ദൈവഹിതത്തെ കണ്ടവൾ, ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി തൻ്റെ ശരീരം തുറന്നു കൊടുത്തവൾ, അവൾ എല്ലാ രീതിയിലും ഭാഗ്യവതി തന്നെയാണ്. എന്നാൽ ആ ഭാഗ്യത്തെ സകലരിലേക്കും പകരുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനം. അത് കേട്ട് അതിനെ പാലിക്കുന്നവർക്ക് ഭാഗ്യമെന്നുള്ള ക്രിസ്തുവിൻ്റെ മറുപടി. ആ ക്രിസ്തുവിൻ്റെ മറുപടിയിലൂടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകമറിയത്തിനെ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്യുകയാണ് into a bigger canvas. ദൈവഹിതത്തെ പ്രവർത്തിക്കുന്ന ഒരുവളിൽ നിന്നും ദൈവഹിതത്തെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് റീഫ്രെയിമിംഗ് ചെയ്യപ്പെടുന്നു. പണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ തുറന്നു കൊടുത്ത ഒരു വ്യക്തിയിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും തുറന്നു കൊടുക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ്. ഈ ഒരു കൂട്ടം വ്യക്തികളെയാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി
തങ്ങളുടെ ശരീരങ്ങളെയും ആത്മാവിനെയും പൂർണ്ണമായി പരിശുദ്ധ കന്യക മറിയത്തെ പോലെ സമർപ്പിക്കുന്ന ഒരു കൂട്ടമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇൻ ഓർത്തഡോക്സി, തിയോട്ടോക്കോസ്, the Mariam is the perfect symbol of church, and we can say that the destiny of the church is already a reality in the person of Mary. The destiny of the church is already a reality in the person of Mary. ആദിമ പിതാക്കന്മാർ പരിശുദ്ധ കന്യകമറിയത്തെ എങ്ങനെ കണ്ടു? പരിശുദ്ധ കന്യകമറിയത്തിൽ സഭയുടെ വൊക്കേഷനെ കണ്ടു. പരിശുദ്ധ കന്യകമറിയത്തിൽ ആദിമ സഭാപിതാക്കന്മാർ കണ്ടത് സഭയെയാണ്. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ കുറിച്ചുള്ള വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അതിലെല്ലാം പരിശുദ്ധ സഭയുടെ വിളി, സഭയുടെ ഉത്തരവാദിത്വം, സഭയുടെ പ്രബോധനം, ഇതെല്ലാമാണ് പരിശുദ്ധ പിതാക്കന്മാർ കണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, AD 431 എഫേസോസ് സിനഡ് വരെ, അല്ലെങ്കിൽ പ്രീ നൈസിയൻ, പോസ്റ്റ് നൈസിയൻ ടിൽ എഫേസോസ് സിനഡ് വരെ പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തർക്ക വിഷയമായിരുന്നില്ല, മറിച്ചൊരു ധ്യാന വിഷയമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ എല്ലാം സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ വ്യക്തമാണ്. അവർ പറഞ്ഞിരുന്നത് പരിശുദ്ധ സഭയുടെ വിളിയെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞത്, that the destiny of church is already a reality in the person of Mary. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്നത് ഒരു ചർച്ച വിഷയമായിട്ടല്ല, ഒരു തർക്ക വിഷയമായിട്ടല്ല, മറിച്ച് അതൊരു ധ്യാന വിഷയമായിട്ടായിരിക്കണം. അവിടെ നമ്മൾ കാണേണ്ടത് നമ്മളെ തന്നെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധ സഭയെ തന്നെയാണ്. ആ വെളിച്ചത്തിലായിരിക്കണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനങ്ങളിലൂടെയുള്ള കടന്നുപോക്കിനെ നമ്മൾ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്, ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കാനാവിലെ കല്യാണ വിരുന്നിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. കാനാവിലെ കല്യാണ വിരുന്നിനെ പറ്റി വചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ വിവാഹത്തെ കാണുന്നത് യോഹന്നാനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിലാണ്. ഞാൻ സാധാരണയായി ഓൺലൈൻ അല്ലാതെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അല്ലാതെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര സുവിശേഷമുണ്ടെന്ന്. അപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ഉത്തരം 4 എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സുവിശേഷം 1 മാത്രമേ ഉള്ളൂ. ആ സുവിശേഷമാണ് ക്രിസ്തു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവാകുന്നു ഏക സുവിശേഷം. അതിനെപ്പറ്റി 4 പെർസ്പെക്റ്റീവിൽ 4 പേർ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക ബോധ്യങ്ങളോടുകൂടി എഴുതിയിരിക്കുന്നതാണ് ഈ 4 സുവിശേഷങ്ങൾ. ഇംഗ്ലീഷിൽ ബൈബിൾ വായിക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ എന്താണ് പറയുന്നത്? ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു, അല്ലെങ്കിൽ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക്. ഗോസ്പൽ ഈസ് 1, സുവിശേഷം ഏകമാണ്, അത് ക്രിസ്തു മാത്രമാണ്. അപ്പൊ യോഹന്നാനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വിരുന്നിനെ നമ്മൾ കാണുമ്പോൾ അവിടെ ക്രിസ്തുവിനോടുകൂടെ പരിശുദ്ധ കന്യകമറിയവും ആ കല്യാണത്തിനുണ്ടായിരുന്നു. ആ കല്യാണത്തിൽ വിരുന്നിന് വീഞ്ഞ് തീർന്നുപോയി എന്നുള്ള ബോധ്യം പരിശുദ്ധ കന്യകമറിയം അത് ക്രിസ്തുവിനെ അറിയിക്കുകയാണ്. അവിടെ സഭയുടെ വിളി ഒളിഞ്ഞു കിടക്കുന്നു. യോഹന്നാനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 3-ാം തിരുവചനം, വീഞ്ഞ് കുറഞ്ഞുപോയി. യേശുവിനോട് തൻ്റെ മാതാവ് ഇവർക്ക് വീഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, the destiny of the church is already become a reality in the person of Mary. ഇത് തന്നെയാണ് സഭയുടെ വിളി, ഇത് തന്നെയാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിളി. വീഞ്ഞ് തീർന്നുപോയി എന്നുള്ളത് കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുക. ഇന്ന് വീഞ്ഞ് തീർന്നുപോയി എന്നുള്ളത് ഒരു കുറവായിരുന്നു
ആ വിവാഹ വിരുന്നിന്. ആ വിവാഹ വിരുന്നിന്റെ കുറവിനെ കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ കുറവിനെ മറ്റ് സഹോദരങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അതിയായ താല്പര്യം. എന്നാൽ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തെ, ഒരാളുടെ ബലഹീനതയെ, മറ്റൊരാളുടെ വീഴ്ചയെ ഒരിക്കലും മറ്റൊരു സഹോദരനോടല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. മറിച്ച് പരിശുദ്ധ കന്യക മറിയത്തെ പിന്തുടർന്നുകൊണ്ട് അത് കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുക. എൻ്റെ സഹോദരന്റെ ബലഹീനതയെ, കുറവിനെ, എൻ്റെ സഹോദരന്റെ ആവശ്യത്തെ അത് കർത്താവിൻ്റെ പക്കലേക്ക് ചുമന്നുകൊണ്ട് പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതിൻ്റെ എല്ലാം പിന്നിൽ ഇത് തന്നെയാണ്. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം. ഇവിടെ പരിശുദ്ധ കന്യക മറിയം ആ വിവാഹവേദിയിലെ കുറവിനെ മുൻകൂറായി കണ്ടുകൊണ്ട് അതിനെ ചുമന്നുകൊണ്ട് ആ ആവശ്യവുമായിട്ട് കർത്താവിൻ്റെ മുമ്പാകെ പോകുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കടന്നു വരുന്നത് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, എനിക്ക് അപ്പം നൽകണമേ എന്ന് ആരും പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് സ്വാർത്ഥതയില്ലാതെ ഞങ്ങൾക്ക് അപ്പം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ നാട്ടിലുള്ളവർക്ക് എല്ലാം ആ അപ്പത്തിൻ്റെ പങ്ക് കൊടുക്കണം. അവർക്കൊരു വിഷമമുണ്ടെങ്കിൽ, അവർക്കൊരു കുറവുണ്ടെങ്കിൽ അത് എൻ്റെ കുറവായി കണ്ടുകൊണ്ട്, അതാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഒരു സവിശേഷത. ആ സവിശേഷതയാണ് സഭയ്ക്ക് വേണ്ടത്. സഭ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ശരീരം. നമ്മൾ ഓരോരുത്തരും ആ സഭയിലെ അംഗങ്ങളാണ്. നമുക്ക് വേണ്ട ശ്രേഷ്ഠതയും അതുതന്നെയാണ്. പരിശുദ്ധ കന്യക മറിയത്തിൽ എന്ത് കണ്ടോ ആ ശ്രേഷ്ഠത തന്നെ. അതായത് അപരന്റെ കുറവിനെ കണ്ടുകൊണ്ട് അതിനെ ചുമന്നുകൊണ്ട് പ്രാർത്ഥനയായി യേശുക്രിസ്തുവിന്റെ മുൻപാകെ പോവുക. അതാണ് സഭയുടെ വിളി, അതാണ് പരിശുദ്ധ കന്യക മറിയത്തിന്റെ വിളി. രണ്ടാമതായിട്ട് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നത്, യോഹന്നാനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിന്റെ 2-ാം അധ്യായം 5-ാം തിരുവചനം. തൻ്റെ മാതാവാകട്ടെ പരിചാരകരോട്, അവൻ നിങ്ങളോട് പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പരിചാരകരെ വിളിച്ചിട്ട് പറയുകയാണ്, ക്രിസ്തു എന്ത് നിങ്ങളോട് പറയുന്നോ അത് നിങ്ങൾ ചെയ്യണം. സ്നാപക യോഹന്നാനെ വചനം ചിത്രീകരിച്ചത് എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് സ്നാപക യോഹന്നാൻ. പരിശുദ്ധ കന്യക മറിയത്തെ അത്തരത്തിൽ ഒന്ന് വിവരിച്ചാൽ, ഇവിടെ ഈ പറഞ്ഞ 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറഞ്ഞ അവൻ നിങ്ങളോട് പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യണമെന്ന് കാനാവിൽ പറഞ്ഞ ശബ്ദമാണ് പരിശുദ്ധ കന്യക മറിയം. ഇനി എന്താണ് സഭ? സഭ എന്ന് പറയുന്നത് ക്രിസ്തു എന്തു പഠിപ്പിച്ചോ, ക്രിസ്തു എന്തു പറഞ്ഞോ അത് നിങ്ങൾ ചെയ്യണമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ശബ്ദമാണ് പരിശുദ്ധ സഭ. പരിശുദ്ധ സഭയിൽ നിന്ന് മുഴങ്ങേണ്ടത്, ക്രിസ്തു നിങ്ങളെ എന്തു പഠിപ്പിച്ചോ, ക്രിസ്തു എന്ത് വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നോ, ക്രിസ്തു നിങ്ങളോട് എന്ത് പങ്കുവെക്കുന്നോ അത് നിങ്ങൾ ചെയ്യണം. അതാണ് സുവിശേഷ പ്രഘോഷണം. അതാണ് വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ ഞാൻ പഠിപ്പിക്കേണ്ടത് എൻ്റെ ബോധ്യങ്ങളല്ല, മറിച്ച് ക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നു അത് പഠിപ്പിക്കുക. ക്രിസ്തു എന്താണോ ഈ ജനത്തോട് ആവശ്യപ്പെടുന്നത് അത് പറയുക, അത് പഠിപ്പിക്കുക, അതിന് പ്രചോദനം നൽകുക. അതാണ് പരിശുദ്ധ
കന്യകമറിയം തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറഞ്ഞതുപോലെ, അവൻ നിങ്ങളോട് എന്തു പറയുന്നു അത് നിങ്ങൾ ചെയ്യണം. ആ ശബ്ദമാണ് സഭയുടെ ശബ്ദം. ആ സഭയുടെ ശബ്ദമാണ് ആ പരിശുദ്ധ കന്യകമറിയത്തിൽ മുഴങ്ങിക്കേട്ടത്. എൻ്റെ സഹോദരങ്ങളെ, എന്തായിരുന്നോ പരിശുദ്ധ കന്യകമറിയത്തിന്റെ വിളി, അത് തന്നെയാണ് പരിശുദ്ധ സഭയുടെയും വിളി. ഇനി മൂന്നാമതായിട്ട്, പിന്നീട് ആ കല്യാണ വിരുന്നിൽ പരിശുദ്ധ ദൈവമാതാവിനെ പരാമർശിക്കുന്നേയില്ല. പിന്നീട് നമ്മൾ ഈ പരിശുദ്ധ ദൈവമാതാവിനെ തുടർന്ന് കാണുന്നത് വിവാഹശേഷം ക്രിസ്തുവിനോടുകൂടെ കഫർന്നഹൂമിലേക്ക് ക്രിസ്തുവിൻ്റെ ചാരെ യാത്ര ചെയ്യുന്ന പരിശുദ്ധ ദൈവമാതാവിനെയാണ്. യോഹന്നാനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവചനം. തദനന്തരം താൻ തൻ്റെ അമ്മയും സഹോദരരും സ്വശിഷ്യന്മാരുമൊത്ത് കഫർന്നഹൂമിലേക്ക് പോയി. ഇവിടെ മഹത്വപ്പെട്ടത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മാത്രമാണ്. പരിശുദ്ധ കന്യകമറിയം അതിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവൾ നിശബ്ദയായി നിൽക്കുക മാത്രമല്ല, നിശബ്ദയായി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു. അതാണ് സഭ. സഭയിലൂടെ മഹത്വപ്പെടേണ്ടത് ഏകദൈവം മാത്രം. അത് യേശു ക്രിസ്തു മാത്രമാണ് സഭയിലൂടെ മഹത്വപ്പെടാനുള്ളത്. സഭയിലൂടെ ക്രിസ്തുവിന്റെ മുൻപാകെ മറ്റൊരു സഹോദരന് വേണ്ടി അപേക്ഷകളുമായി കടന്നു ചെല്ലുന്നു. ഇനി യേശു ക്രിസ്തു എന്തു പറഞ്ഞു അത് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നു. അതിനുശേഷം സഭ ക്രിസ്തുവിന്റെ ചാരെ നിശബ്ദയായി യാത്ര ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ചാരെ നിശബ്ദയായി യാത്ര ചെയ്യുന്ന സഭ. കാരണം മഹത്വം അവനുള്ളതാണ്. മഹത്വം അവന് മാത്രമായിട്ടുള്ളതാണ്. യേശു ക്രിസ്തു മാത്രമാണ്, ഏക ദൈവം മാത്രമാണ് മഹത്വപ്പെടേണ്ടത്. സഭ അതിന് വഴിയൊരുക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന ഒരു മാതൃകയാണ് പരിശുദ്ധ മറിയത്തിൽ നിന്നും നമ്മൾ സഭയിലേക്ക് ഉൾക്കൊള്ളേണ്ടത്. ഞാൻ ഒരു സഭാംഗം എന്നുള്ള നിലയിൽ എൻ്റെ സഹോദരൻ്റെ കുറവിനെ കണ്ട് അവൻ്റെ ആവശ്യങ്ങളുമായി ഞാൻ കർത്താവിൻ്റെ മുൻപാകെ ചെല്ലുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് അവൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് സുവിശേഷം പറയുന്നു. അതിനുശേഷം ഞാൻ കർത്താവിൻ്റെ ചാരെ സഞ്ചരിക്കുന്നു. കാരണം പ്രവർത്തിക്കേണ്ടത് ഞാനല്ല, മറിച്ച് കർത്താവാണ്. മഹത്വപ്പെടേണ്ടത് ഞാനല്ല, മറിച്ച് കർത്താവാണ്. അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ ചുമക്കുവാൻ ഉള്ള അവനെ ചുമക്കുവാനുള്ള വിളിയാണ് എനിക്കുള്ളത്. അവനെ പ്രഘോഷിക്കുവാനുള്ള വിളിയാണ് എനിക്കുള്ളത്. ഒരു സഭാംഗം എന്നുള്ള നിലയിൽ, സഭ എന്നുള്ള നിലയിൽ സഭയുടെ വിളി പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ വിളി തന്നെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സഭയെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ 54-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: പ്രസവിക്കാത്ത വന്നിയെ സന്തോഷിക്കുക, പ്രസവ വേദന അനുഭവിക്കാത്തവളെ സ്തുതിയോടെ സന്തോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പരിശുദ്ധ കന്യകമറിയത്തിൽ നമ്മൾ എന്ത് കാണുന്നു? ഒരു കന്യകയെ കാണുന്നു, ഒരു സ്ത്രീയെ കാണുന്നു, ഒരു മണവാട്ടിയെ കാണുന്നു, ഒരമ്മയെ കാണുന്നു. പരിശുദ്ധ സഭയും അത് തന്നെയല്ലേ? പരിശുദ്ധ സഭയിൽ വിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ സഭയിലൂടെ ജനിക്കുന്ന അനദർ ക്രൈസ്റ്റ് എന്ന് തന്നെ പറയാം. അനദർ ക്രൈസ്റ്റ്. ബാപ്റ്റിസത്തിലൂടെ പുറത്തേക്ക് വരുന്നത് മറ്റൊരു ക്രിസ്തുവാണ്. അങ്ങനെ ജനിപ്പിക്കുന്ന സഭയൊരു മാതാവാണ്. അങ്ങനെ ജനിപ്പിക്കുമ്പോഴും തൻ്റെ പരിശുദ്ധതയ്ക്ക് ഭംഗം വരുന്നില്ല. അവളൊരു കന്യകയാണ്. തൻ്റെ കന്യകാത്വത്തിന് ഭംഗം വരാതെ ക്രിസ്തുവിനെ പ്രസവിച്ച പരിശുദ്ധ കന്യകമറിയം.
തൻ്റെ പരിശുദ്ധതയ്ക്ക് ഭംഗം വരാതെ ഓരോ പുത്രന്മാരെ ജനിപ്പിക്കുന്ന സഭ. ഇനി അവൾ ഒരു മണവാട്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകമറിയം. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിച്ചു. സഭയിൽ ഒരു പുത്രൻ ജനിക്കുന്നത്, ക്രിസ്തുവിന്റെ സഹോദരൻ ജനിക്കുന്നത്, പുത്രത്വ ലബ്ധിയുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ മണവാട്ടിയായ സഭയെ സൂചിപ്പിക്കുന്നു. സഭ മണവാട്ടിയാണ്, സഭ കന്യകയാണ്, സഭ മാതാവാണ്, സഭ ഒരു സ്ത്രീയാണ്. സഭയൊരു സ്ത്രീയാണ്. എൻ്റെ സഹോദരങ്ങളെ, അതേ, സഭയൊരു സ്ത്രീയാണ്. ഈ സ്ത്രീയെയാണ്, സഭയാകുന്ന സ്ത്രീയെയാണ്, അതിനെപ്പറ്റിയാണ് ലൂക്കോസിനാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം 11-ാം അധ്യായം 27-28 വചനങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സഭയാകുന്ന സ്ത്രീ. ഇവിടെ ഒരു സ്ത്രീയെ, ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ രക്ഷാകര പദ്ധതി ആരംഭിക്കുമ്പോൾ ആ രക്ഷ സകലരിലേക്കും പകരുന്നത് ആ സ്ത്രീയുടെ ക്യാൻവാസിനെ വലുതാക്കിക്കൊണ്ടാണ്. ആ സ്ത്രീയുടെ ക്യാൻവാസിനെ ഒരു വ്യക്തിയിൽ നിന്ന്, പരിശുദ്ധ കന്യകമറിയം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന്, ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ പാലിക്കുന്ന സകലരിലേക്കും, ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ പാലിക്കുന്ന സകലരിലേക്കും ആ രക്ഷ വ്യാപിക്കുന്നു. ആ രക്ഷ വ്യാപിക്കുന്നു. ഈ സ്ത്രീ ആദ്യ പുസ്തകത്തിൽ പരിചയപ്പെടുന്ന ഹൗവയെ റീപ്ലേസ് ചെയ്തു. അവൾ എന്ത് ചെയ്തു? ഹൗവ ഡിസൊബീഡിയൻസ് കാണിച്ചു, പരിശുദ്ധ കന്യകമറിയം ഒബീഡിയൻസ് കാണിച്ചു. ഹൗവ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി പ്രവർത്തിച്ചു, പരിശുദ്ധ കന്യകമറിയം ദൈവഹിതത്തെ ശരീരത്തിൽ വഹിച്ചു. അതുപോലെ ദൈവഹിതത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിനോട് പൂർണ്ണമായും ഒബീഡിയൻസ് കാണിച്ചുകൊണ്ട്, അനുസരണ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പരിശുദ്ധ കന്യകമറിയത്തെ ഒരു കൂട്ടം റീപ്ലേസ് ചെയ്യുന്നു. അതാണ് സഭ. അതാണ് സഭ. ആ പരിശുദ്ധയുടെ പരിശുദ്ധി മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് അതേ രീതിയിൽ തന്നെ പരിശുദ്ധി സ്വീകരിക്കണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ സഭ കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ പകരുവാനും കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുവാനുമുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിനെ മനോഹരമായിട്ട് ഒരൊറ്റ വാക്യത്തിൽ, ഒരൊറ്റ ഉപമയിൽ യേശുതമ്പുരാൻ വർണ്ണിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ മത്തായി ശ്ലീഹായാൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 33-ാം തിരുവചനമാണ്. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. സകലത്തെയും ഉൾക്കൊള്ളുന്ന 3 ഇടങ്ങഴിയിലേക്ക് ക്രിസ്തുവാകുന്ന പുളിപ്പിനെ പരിശുദ്ധ കന്യകമറിയത്തിലൂടെ ചേർക്കപ്പെടുന്നു. ഇനി ഒന്ന് ചിന്തിക്കുക. സഭയാകുന്ന ആ സ്ത്രീ, ആ സഭയാകുന്ന ആ സ്ത്രീ വചനമാകുന്ന പുളിപ്പിലൂടെ 3 ലോകത്തെയും ആ 3 ഇടങ്ങഴിയെയും ജീവനുള്ളതാക്കുന്നു. സഭയിലൂടെ പുറത്തേക്ക് വരുന്ന വചനമാണ് ആ ലോകാദി ലോകങ്ങൾക്കെല്ലാം ജീവൻ പകരുന്നത്. ആ ജീവനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇനി വിശുദ്ധ കുർബാനയെ എടുക്കുക. നമ്മിൽ എല്ലാവരിലേക്കും പകരുന്ന ആ പുളിപ്പുള്ള ജീവനുള്ള അപ്പം, അത് പരിശുദ്ധ സഭയിലൂടെ നമ്മിലേക്ക് ക്രിസ്തുവായി കടന്നു വരുന്നു. അങ്ങനെ ഒരു സ്വർഗരാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ സഭയിലൂടെ വചനമാകുന്ന ക്രിസ്തുവിനെ പകർന്നുകൊണ്ട് ഇവിടെ ഒരു സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെടുന്നു. The destiny of the church is already a reality in the person of Mary. അതുകൊണ്ട് ഇനി മുതലെങ്കിലും പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമല്ല, മറിച്ച് അതൊരു ധ്യാന വിഷയമാണ്. അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത്, പരിശുദ്ധ കന്യകമറിയത്തിൽ എൻ്റെ വിളി എഴുതപ്പെട്ടിരിക്കുന്നു.
ഞാൻ എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണമെന്ന് ആ പരിശുദ്ധ കന്യകമറിയത്തിന്റെ ജീവിതത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ച് വചനം പറയുന്നതെല്ലാം വിശകലനം ചെയ്ത് അതെന്റെ ജീവിതത്തിലേക്ക് പകർന്നാടുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ 8 നോമ്പിന്റെ ഈ അനുഗ്രഹീതമായ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഒരു പകർന്നാട്ടം പരിശുദ്ധ സഭയിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം. ആയത് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ത്രിയേക ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.